ഹലോ, ഇന്നെന്താ ഇവിടെ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പൊ കൂടെ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ ഇതൊരു ചെറിയ കടയാണെങ്കിലും പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഫുഡ് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇവിടെ രാവിലെ മാത്രമല്ല കേട്ടോ, ഈവനിങ്ങും പൊരിച്ചപത്രി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ കൂടെ ഒരു പൊരിച്ച അടയും ഉണ്ടാവും കേട്ടോ. അത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇവിടെ വന്ന് കഴിച്ചു നോക്കിയവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവരുടെ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ മസാല ദോശ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു റെഡ് ചട്നി കിട്ടാനുണ്ട്. അതിന്റെ കാര്യമാണ് എടുത്തു പറയാനുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇവിടെ മസാല ദോശ മാത്രമല്ല കേട്ടോ, കൂത്തപ്പം ആയാലും പൊറോട്ട ആയാലും അതുപോലെ തന്നെ നെയ് റോസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈവനിങ് 4 മണി മുതലാണ് തട്ടുകട സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലെ തട്ടുകട വൈബ് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഈ സ്പോട്ട് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. സ്പോട്ട് എവിടെയാണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന എല്ലാ ഫുഡിനും വളരെ പ്രൈസ് കുറവാണ്. മസാല ദോശക്കൊക്കെ ആണെങ്കിൽ ആകെ 40 രൂപ ആവുന്നുള്ളൂ കേട്ടോ. ഇനി നെയ് റോസ്റ്റ് ആണെങ്കിൽ 30 രൂപയ്ക്കാട്ടോ കൊടുത്തോണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനി ഉച്ചക്കൊക്കെയാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ആയിട്ട് വെറും 70 രൂപയ്ക്കായിട്ട് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി ബിരിയാണി ആണെങ്കിൽ വെറും 100 രൂപ ആവുന്നുള്ളൂ കേട്ടോ ഗൈസ്. സത്യത്തിൽ ഇത് അവർക്കൊരു നഷ്ടമല്ലെന്ന് ഞാൻ ഓണറോട് ചോദിച്ചിട്ടോ ഇതിന്റെ. അപ്പൊ അവര് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് കേൾക്കണം. ഞങ്ങളുടെ പൊരിക്കുന്ന കടികൾ 10 രൂപ കൊടുത്ത് തന്നെ പൊരിക്കുന്നതാണ്. പിന്നെ പൊറോട്ട കറികൾ എല്ലാം ഉണ്ട്. കറി ചിക്കൻ കറിയൊക്കെ 30 രൂപയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഉച്ചക്ക് നെയ്ച്ചോറും കറിയും ഉണ്ട്, അത് 70 രൂപ. മുന്നിൽ ഇവിടെ മുകളിൽ കോളേജ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരെ കുറച്ച് കൊടുക്കാനുള്ള ഒരു കൺസെപ്റ്റ് കൂടെ കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻസിനാവട്ടെ ഹോസ്റ്റലേഴ്സിനാവട്ടെ ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിനാട്ടോ ഇവിടെ സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കഴിച്ചു നോക്കുക. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പൊക്കുന്ന് ഗുരുവായൂരപ്പൻ കോളേജ് പോകുന്ന റോഡിനാണ് കേട്ടോ.